ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പലായനം ചെയ്തു കഴിഞ്ഞപ്പോൾ മദീനയിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് ഉദയം ചെയ്ത നാൾ മുതൽക്ക് തന്നെ, അഥവാ പ്രവാചകൻ്റെ പ്രവാചകത്വ പ്രഖ്യാപനം തുടങ്ങിയ നാൾ മുതൽക്ക് തന്നെ മദീനയിലും മറ്റു അറേബ്യയിലെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. മദീനയിൽ വളരെയധികം ജനങ്ങൾ സ്വീകാര്യനായ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വമായി തന്നെയാണ് മദീനക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ റസൂലിൻ്റെ ആഗമനത്തോടു കൂടി മദീന വളരെ ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു പ്രവാചക അന്വേഷണത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരികയുണ്ടായി. അങ്ങനെ കൂട്ടം കൂട്ടമായി ജനങ്ങൾ റസൂലിനെ കാണാൻ വേണ്ടി വന്നു. അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഒരു ജൂത പണ്ഡിതൻ പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിൽക്കാല മുസ്ലിമാണ്. ജനങ്ങളിങ്ങനെ കൂട്ടമായി റസൂലിനെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാനും അവർക്കിടയിൽ ഒരാളായി, ആൾക്കൂട്ടത്തിൽ ഒരുവനെ പോലെ നബിയെ കാണാൻ വേണ്ടി ഞാനും കൂട്ടത്തിൽ ഒരുവനായി നിന്നു. അങ്ങനെ എല്ലാ ജനങ്ങളും നബിയെ കാണാൻ എത്തിയപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരുവനായി ഞാനും നബിയെ കണ്ടു. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖമൊന്ന് ദർശിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചപ്പോൾ ഞാൻ സൂക്ഷ്മമായി ആ മുഖം പരിശോധിച്ചു. ആ മുഖത്ത് നിന്ന് വഞ്ചനയുടെ, ചതിയുടെ, കളവിൻ്റെ, വ്യാജത്തിൻ്റെ ഒരു ലക്ഷണവും ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിലായ അയാൾ വ്യാജം പറയുന്ന ഒരാളല്ല. ഒരു മനുഷ്യനും സുദീർഘമായ ഒരു കാലഘട്ടം ഒരേ വ്യാജം പറഞ്ഞുകൊണ്ടൊരു സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടൊരു വ്യാജവാദിയെ പ്രവാചകത്വത്തിൻ്റെ കള്ളവാദവുമായി വന്നയാളല്ല എന്ന് ആ മുഖം നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രവാചകന്റെ സമീപനങ്ങൾ, അധ്യാപനങ്ങൾ ഞാനൊന്ന് കാതോർത്തു. അദ്ദേഹം ആദ്യമായി, ഞാനന്ന് ചെല്ലുമ്പോൾ ആ കൂടിയ ജനങ്ങളോട് ആദ്യമായി പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാമ വഅതിഅമു തുആമ വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം വതദ്ഖുൽ ജന്നത ബിസ്സലാം. ഈ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയും ആ പ്രവാചകന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് തിരിച്ചറിയാനും വേണ്ടിയിട്ടും കടന്നു എന്ന ഒരു ജൂത പുരോഹിതൻ പറയുകയാണ് എന്ന് ആദ്യമായ ജനങ്ങളോട് നിബിധങ്ങൾ പറഞ്ഞ കേട്ട വാക്കുകൾ ഇതാണ്: ജനങ്ങളെ, അഫ്ശുസ്സലാമ, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. വാതിഅമു തുആമ, നിങ്ങൾ ആഹാരം നൽകിക്കൊണ്ടേയിരിക്കണം, വിശക്കുന്നവൻ ആഹാരം നൽകുക അന്യോന്യം. അതോടൊപ്പം തന്നെ വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കണം. വസല്ലു വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉണർന്നിരിക്കണം, നമസ്കാരത്തിലാകണമെന്ന്. എന്നിൽ ഇത്രയും കാര്യം നിങ്ങൾ ശക്തമായി ചെയ്യുന്ന പക്ഷം തദ്ഖുലു ജന്നത ബിസ്സലാം, സലാമോടുകൂടി തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലൂ എന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കൂടി ആ ജനങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതിൽ തന്നെ അദ്ദേഹം പ്രവാചകത്വത്തെ അംഗീകരിക്കാനും ആ പ്രവാചകനെ ഉൾക്കൊള്ളാനുമുള്ളൊരു മാനസികമായ അവസ്ഥയിലേക്ക് പാകപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടർന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ മനുഷ്യനെ പോലും ഇംപ്രസ് ചെയ്തിട്ടുള്ള പ്രവാചകന്റെ അധ്യാപനം, ജനങ്ങളെ അഭിസംബോധന ആദ്യം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ? അഫ്ശുസ്സലാമ, സലാമിനെ വ്യാപിപ്പിക്കണമെന്ന്, സലാം പറയണമെന്ന്. ഈ സലാം പറയുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ഒരു മുഖമുദ്രയായി നമ്മൾ കൊണ്ടു നടക്കേണ്ട മഹത്തായ ഒരു ചിട്ടയാണ്, ശീലമാണ്. നമ്മൾക്കിടയിൽ സലാം പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഒരു സലാം പറയലിൻ്റെ തോത് വളരെ ശുഷ്കിച്ചു പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സലാം പറയുന്നതിൻ്റെ ഗൗരവം അന്യോന്യം കാണുമ്പോൾ സലാം എന്ന് പറയുന്ന ഒരു അഭിവാദനം, അത് ഇസ്ലാം എത്ര മഹത്വരമായിട്ട് നമ്മളെ പഠിപ്പിച്ചത് എന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അന്യോന്യം കാണുമ്പോൾ സലാം പറഞ്ഞു തുടങ്ങുന്നതിൽ പലപ്പോഴും നമുക്ക് മടിയാണ്. പലപ്പോഴും നമ്മൾ സലാം അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഒരു അഭിസംബോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരാളുമായി ആദ്യം കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഗുഡ് മോർണിംഗ് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹലോ പറയുന്നത് പോലെ,
അങ്ങനെ ഒരു ഉപചാരപൂർവ്വം പറയുന്ന ഒരു ഉപചാര വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക് സലാം എന്ന വാക്കിനെ കുറിച്ചോ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചോ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്തതുപോലെ അതിനെ പാടെ അവഗണിക്കുന്നൊരു സാഹചര്യം ഇന്ന് ഉമ്മത്തിൻ്റെ ഇടയിലുണ്ട്. അതൊരു ചെറിയ അഭിവാദ്യമേല, ഒരു ചെറിയ വാക്കുമല്ല. അങ്ങനെയല്ല നമ്മളത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആദം നബി അള്ളാഹു സൃഷ്ടിച്ചു. ആദം നബിയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പറഞ്ഞു, ആ കാണുന്ന നഫർ, ആ കാണുന്ന സംഘം മലക്കുകളോട് ചെന്നിട്ട് നിങ്ങൾ സലാം പറയണമെന്ന്. ഒരു സംഘം ആൾ, നഫർ എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള ആൾക്കാരെ ഉൾക്കൊള്ളുന്ന സംഘത്തിനാണ് നഫർ എന്ന് പറയുക എന്നാണ് അറേബ്യൻ ഭാഷയുടെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നാൽ ഒരു സംഘം മലക്കുകളെ കാണിച്ചിട്ട് പറഞ്ഞു, ആദമേ നിങ്ങൾ അവർക്ക് സലാം പറയണം, അവർ നിങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇതാണ് മനുഷ്യകുലത്തിന്റെ അഭിസംബോധന എന്ന് അഭിവാദ്യമെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം പോയിട്ട് ഇവരോട് പറഞ്ഞു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ആ കേട്ട മലക്കുകൾ മറുപടി പറഞ്ഞു, സലാമുൻ അലൈക വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മറുപടി പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ മനുഷ്യകുലത്തിന്റെ അഭിസംബോധന എന്ന് അഭിവാദ്യമെന്ന് അള്ളാഹു പഠിപ്പിച്ചതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, 2 സ്വഹീഹുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രബലമായ ഹദീസാണിത്. ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഈ അവസാനം വരെയുള്ള മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അഭിവാദ്യമാണ് സലാം എന്നുള്ളത്. സലാം അതേറ്റവും മനോഹരമായ അഭിവാദ്യം കൂടിയാണല്ലോ സലാം, സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ഈ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പരസ്പരം ആശംസിക്കുന്ന ഒരു ആശംസ ഉണ്ടല്ലോ, അതൊരു ചെറിയ നടപടിയല്ലല്ലോ, ഒരു ചെറിയ നടപടിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവനും അറിയാത്തവനുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടത്, പുണ്യകർമ്മങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ട റസൂല് പറഞ്ഞത്, നിനക്ക് അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയുക എന്നാണ്. അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് അറിയാവുന്നവരോടും അറിയാത്തവരോടും പരിചിതനോടും അപരിചിതനോടും സലാം പറയുകയാണ് വലിയ പുണ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു പുണ്യമായി റസൂൽ പഠിപ്പിക്കുകയാണ്. നിനക്ക് പരിചയമുള്ള ആളാകട്ടെ ഇല്ലാത്ത ആളാകട്ടെ, 2 ടൈപ്പ് ആൾക്കാരുണ്ടായാലും സലാം പറയുക. അവന് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുക, അവന് സമാധാനം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുക, പ്രത്യാശ വയ്ക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയായി വിശ്വാസം കൊണ്ടു നടക്കണമെന്ന്, അത് നല്ലൊരു കൾച്ചറാണെന്ന്, പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആ നല്ല വാക്ക് കൊണ്ട് വേണം പരസ്പരം തുടങ്ങാനെന്ന്. ഇത് അറിയുന്നവനാകട്ടെ അറിയാത്തവൻ, നമ്മൾ അറിയുന്നവർക്കിടയിലും സലാം പറയാറില്ല, അറിയാത്തവനിടയിലും പറയാറില്ല. അറിയുന്നവർക്കിടയിൽ സലാം പറയാത്തതിന് കാര്യം എന്താണ്? കാരണം നമുക്കൊന്ന് തുടങ്ങി വരാനാണ് സലാമിന്റെ ആവശ്യം. ഇയാൾ നമ്മൾ അറിയുന്ന ആളാ, നമ്മളെ വേണ്ടപ്പെട്ട ആളാ, പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് സലാമിന്റെ ആവശ്യമില്ലല്ലോ. സലാം പറയേണ്ട ആവശ്യം നമുക്കില്ല, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ. അപ്പൊ അയാളെ മുമ്പിൽ ഒരു ഉപചാരത്തിന്റെ ആവശ്യമില്ല, ഒരു സലാം പറഞ്ഞുകൊണ്ട് ഒരു അഭിവാദ്യത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കണ്ടുമുട്ടുമ്പോൾ സലാം പറയില്ല, കാരണം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയുന്നില്ല. ചില ആൾക്കാരോട് സലാം പറയാത്തതിന്റെ കാര്യം എന്താണ്? നമുക്ക് അറിയാത്ത ആളിനെ പരിചയമില്ല. പരിചയമില്ലാത്ത ആളിനോട് പിന്നെ നമ്മൾ ഇനി സലാം പറഞ്ഞ് ഇനി അങ്ങനെ ആ വഴിക്ക് പോകണ്ട. ഇപ്പൊ പരിചയമില്ലാത്ത ആളോട് സലാം പറയാത്തതിന് കാര്യം പരിചയമില്ല എന്നുള്ളതാണ് കാര്യം. കാരണം പരിചയമുള്ളവരോട് സലാം പറയാത്തതിന്റെ കാരണം എന്താണ്? നമുക്കറിയാവുന്ന നമ്മൾ അടുത്ത ആൾ, അതുകൊണ്ട് പിന്നെ എന്തിനാ സലാം പറയുന്നത്? അറിയുന്നവനാകട്ടെ അറിയാത്തവനാകട്ടെ എല്ലാവരോടും സലാം പറയുക എന്നുള്ളത് വിശ്വാസിയെ പഠിപ്പിക്കപ്പെട്ടൊരു മര്യാദയാണ്. അത് ചെറിയ കുറെ നന്മ മാത്രമല്ല, ചെറിയ ഗുണമുള്ള കാര്യമല്ല, അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പൂട്ട് തുറക്കാനുള്ള താക്കോൽ കൂടിയാണത്. ഈ താക്കോൽ എന്നുള്ളത് പൂട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല, തുറക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. റസൂല് പറഞ്ഞൊരു അധ്യാപനമുണ്ട്, ലാ തദ്ഖുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ വിശ്വാസിയാകാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന്. നിങ്ങൾ സ്വർഗമാണല്ലോ ലക്ഷ്യമിടുന്നത്, എല്ലാ മനുഷ്യനും ആവശ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നത്. റസൂല് പറയണമെന്നാൽ ആ സ്വർഗത്തിന് ആവശ്യമായത് വിശ്വാസമാണ് എന്ന്. ഈമാൻ ഉണ്ടാക്കി വെക്കാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കില്ല എന്ന്. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന്. ഈമാൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹമെന്നുള്ളത് ഈമാന്റെ ഭാഗമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ എവിടെയാ ഈമാൻ ഉണ്ടാവുക? അവരനോട് വിദ്വേഷവും വെറുപ്പും പകയും വെച്ചു പുലർത്തിക്കൊണ്ട് ഞാനെന്നൊരു ഇസത്തിൽ, ഞാനെന്ന ഭാവത്തിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാം പ്രധാനമാണ് എന്ന നിലയിൽ സ്വാർത്ഥ ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപരസ്നേഹമില്ല. മറ്റുള്ളവരുടെ സ്നേഹവും കരുണയും താല്പര്യവുമില്ലാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഈമാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വിലയുണ്ടാവില്ല എന്ന്, ആ ഈമാൻ കൊണ്ടൊരു മനുഷ്യൻ സ്വർഗം കിടക്കില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. അത് ഈമാന്റെ ഭാഗമാണ് എന്ന്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. സ്നേഹിക്കാൻ കഴിയാത്തവൻ മുഅ്മിനാവില്ല എന്ന്. സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെ മുഅ്മിനാവുക? അത് കഴിയില്ല. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കണം. അങ്ങനെ അല്ലാത്ത സ്നേഹമില്ലാതെ ഒരു മനുഷ്യൻ മുഅ്മിനാവില്ല എന്ന്. എന്നിട്ട് റസൂൽ പറയാണ്, അബല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മന്ത്രം ഞാൻ പഠിപ്പിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റിയ ഒരു സംഗതി ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്. ഈ പ്രവാചകരെ നമുക്കിടയിൽ പരസ്പര സ്നേഹം നിലനിൽക്കാനുള്ള മാർഗം എന്താണ്? എന്താണ് ആ സംഗതി? പഠിപ്പിക്കുന്ന നബിയെ എന്ന്. അഫ്ശുസ്സലാമ, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക, സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത, നിങ്ങൾ പോലും കണക്കാക്കാത്ത ചില മാജിക്കുകൾ അതിന്റെ പിറകിലുണ്ട്. പല പിണക്കങ്ങളും മാറ്റാൻ, പല ബന്ധങ്ങളും രൂഢമൂലമാക്കാൻ, പല സ്നേഹബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കാൻ ഈ സലാമിനെ കൊണ്ട് സാധ്യമാകും. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരു വാക്ക് മാത്രമാണ് സലാം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന ഒരു വാക്ക് മാത്രമായിരിക്കാം അത്. പക്ഷെ ആ വാക്ക് കൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്നുള്ളത്, അതിന്റെ പ്രതിഫലനം എന്നുള്ളത് ശക്തമാണ്. ആ ഒരു വാക്ക് നിങ്ങൾ പറയുമ്പോൾ, അത് മഹത്തായ ഒരു ദാനം കൂടിയല്ലേ? വിശ്വാസികൾക്കിടയിൽ കണ്ടുമുട്ടുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ എണ്ണിയപ്പോൾ റസൂൽ പറഞ്ഞത്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി. രണ്ട് മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങൾക്കിടയിലെ പരസ്പര ബാധ്യതകളിൽ ഒന്നാമത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദർശ സഹോദരങ്ങൾക്കിടയിൽ വലിയ ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട്. ആ കടമയും കടപ്പാടും എണ്ണിയപ്പോ ഒന്നാമത് റസൂല് പറഞ്ഞത്, നിങ്ങൾ സലാം പരസ്പരം പറയുക, എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും എന്നാണ്. എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും സലാം പറയണം. ആ സലാമിൽ വലിയ കാര്യങ്ങളുണ്ട്. ആ പ്രാർത്ഥനയാണത്. അള്ളാഹു സ്വീകരിക്കാം. അള്ളാഹു സ്വീകരിച്ചാൽ ആ മനുഷ്യന് സമാധാനം ഉണ്ടാകില്ലേ? സമാധാനം ആശംസിക്കുന്നത് ഒരു മനുഷ്യന് പ്രത്യാശ നൽകില്ലേ? ഏതവസ്ഥയിലും പറയാൻ പറ്റിയ ഒരേ ഒരു അഭിവാദ്യം സലാമാണ്. ഏതവസ്ഥയിലും, മരണം വിട്ടു പോയിട്ട് നമുക്ക് സലാം പറയാം, കല്യാണം വിട്ടു പോയിട്ട് സലാം പറയാം, വിജയിച്ചവനോടും സലാം പറയാം, തോറ്റു നിൽക്കുന്നവരോടും സലാം പറയാം, ചിരിച്ചു നിൽക്കുന്നവരോടും സലാം പറയാം, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോടും സലാം പറയാം. ആരോടും എപ്പോഴും എവിടെയും പറയാൻ കഴിയുന്ന ഒരേ ഒരു അഭിവാദ്യ വാക്യം അതാ സലാം എന്നുള്ളത്. ബാക്കി എന്ത് പഠിച്ചു വെച്ചാലും പല സമയത്തും പറയാൻ കഴിയില്ല. ബാക്കി എന്ത് പഠിച്ചു വെച്ചാലും ഇംഗ്ലീഷ് കൾച്ചറിൽ മോർണിംഗ് പറയുന്ന, ഗുഡ് പറയുന്ന കുറെ ഇത് ഉണ്ടാവും. പക്ഷെ മരണം വിട്ടു പോയിട്ട് എന്താ ഗുഡ് പറയുക? നമ്മൾ അവന് നല്ല ദിവസമല്ല അത്, അവൻ സങ്കടത്തിലാണ്, പരാജയപ്പെട്ടവനോട് എന്താ പറയുക? അപ്പൊ ആരോടും പറയാവുന്ന ഒരു അഭിവാദ്യവാക്യം ലോകത്തൊന്നുണ്ടെങ്കിൽ അത് സലാമാണ്. ആ സലാം ഒരു ആശംസ കൂടിയാണ്, ഒരു പ്രാർത്ഥന കൂടിയാണ്, സമാധാനം ഉണ്ടാകട്ടെ എന്ന്. അതൊരു നന്മയായി നിൽക്കുന്നു എന്നതിനപ്പുറത്തെ ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ഒരു മനുഷ്യൻ നമ്മളെ നോക്കി ചിരിച്ചിട്ട് ഒരു സലാം പറഞ്ഞാൽ എനിക്കാരോ ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് ഒരു വ്യക്തിക്കുണ്ടാവുക. എത്ര പരാജയത്തിലും നഷ്ടത്തിലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ഒരാൾ വന്ന് സലാം പറയുക, ഒന്ന് ചിരിക്കുക. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് ദാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ചിരിക്ക് പോലും ദാനത്തിന്റെ കൂലി നൽകുകയാണ്. നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് ചിരിക്കുക, എന്നിട്ട് കുറഞ്ഞു പോവുക. നമുക്കതിനൊന്നും സമയമില്ല. നമുക്ക് എന്ത് ഒരാളെ നോക്കാനോ ചിരിക്കാനോ ഒരു സലാം പറയാനോ അതൊന്നും വേണ്ട. നമ്മളെല്ലാവരെയും അകന്ന് ജീവിക്കാണ്. ഒരു ചിരി, ഒരു സലാമൊക്കെ വലിയ ബാധ്യതയാവും. പിന്നെ അവനുമായിട്ട് അങ്ങോട്ട് പോകണം, അവന്റെ കാര്യങ്ങൾ കേൾക്കണം, ഒരു ചായ മാച്ചു കൊടുക്കണം, ചെലവാന്ന്. ബന്ധങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാ പല ആൾക്കാർ ഇന്ന് ഈ കാലഘട്ടത്തിൽ. കാരണം ഉള്ള ബന്ധങ്ങൾക്ക് തന്നെ ചെലവിന് കൊടുക്കാനോ അവരെ കാര്യങ്ങൾക്ക് എത്തിപ്പെടാനോ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് എന്തിന് വയ്യാവേലികൾ, വീണ്ടും ബന്ധങ്ങൾ എന്തിനാ സ്ഥാപിക്കുന്നത്, എന്തിനാ ബന്ധങ്ങൾ പുതുക്കാൻ നടക്കുന്നത്? എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചാൽ ഒരിടത്തും എത്തില്ല. അതുകൊണ്ട് ഉള്ള വീടും കാര്യങ്ങളും നോക്കി ജീവിക്കാം എന്ന രീതിയിലേക്ക് നമ്മൾ ഉൾവലിയണം. നിങ്ങളുടെ ബന്ധങ്ങൾ വിശാലമാകും തോറും നിങ്ങളുടെ റിസ്ക്കിലും വിശാലത ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ എത്രത്തോളം ബന്ധങ്ങൾ വിശാലമാക്കുന്നു, നിങ്ങൾക്ക് അത്രയും ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും. നിങ്ങൾ എത്ര പേരെ ചേർത്ത് പിടിക്കുന്നു, അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അല്ലാഹു റേഷൻ പോലും സംവിധാനിക്കുക. ഒരു സർക്കാർ സംവിധാനത്തിൽ പോലും എന്താ ചെയ്യുക, ഒരു വീട്ടിനകത്ത്, ഒരു കുടുംബത്തിനകത്ത് ഇത്രയും അംഗങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും അംഗങ്ങളെ കണക്കാക്കിയിട്ടാണ് അവർക്ക് അരിയും മറ്റ് ധാന്യങ്ങളും ഒക്കെ റേഷൻ വിധമായി നൽകുന്നത്. പടച്ചവൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ നമ്മൾ ആരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് നോക്കും. നമ്മുടെ ഉമ്മയുണ്ട്, ഉമ്മയുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, വാപ്പയുടെ വാപ്പയും ഉമ്മയുണ്ട്, നമുക്ക് മക്കളുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത്രയും മാന്യമായ ഉപജീവന മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. എല്ലാവർക്കും എല്ലാം തികഞ്ഞിരിക്കണമെന്നില്ല, പ്രശ്നങ്ങളുണ്ടാവും. അതിങ്ങനെ ഒന്നുകൊണ്ടിരിക്കും, ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും. ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഓടിയിട്ട് എത്താത്തത് പോലെയൊക്കെ തോന്നും.
പക്ഷെ ആർക്കും ഒന്നിനും കുറവ് വെക്കില്ല കേട്ടോ, എല്ലായിടത്തും എത്തിപ്പിടിച്ച് എല്ലാവർക്കും എത്തിക്കാവുന്നത്. നിന്റെ വീട്ടിൽ നിന്റെ എച്ചിൽ കഴിക്കുന്ന പൂച്ചയ്ക്ക് പോലും ഭക്ഷണം കണക്കാക്കുന്നവനാണ് റബ്ബ്. നീ കഴിച്ചതിന്റെ മിച്ചമാണല്ലോ നിന്റെ വീട്ടിൽ വളർന്ന ജീവികൾ കഴിക്കേണ്ടത്. അവയുടെ ആഹാരം നിന്റെ ഭക്ഷണത്തിന്റെ മിച്ചമാണെങ്കിൽ തീർച്ചയായിട്ടും ആ മിച്ചം വരാവുന്ന ഭക്ഷണം കൂടി നിനക്ക് കണക്കാക്കും പടച്ചവൻ. നിങ്ങളെ ദുർബല മുമ്പിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു നിന്നെ സഹായിക്കുക എന്ന്. അതുകൊണ്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതിലോ ഒരാളെ കൂടി ചേർത്ത് പിടിക്കുന്നതിലോ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് ചുരുക്കുന്നതിൽ ലുബ്ധ കാണിക്കേണ്ട. ഏറ്റവും വലിയ ലുബ്ധൻ അയാളാ. ഏറ്റവും വലിയ ലുബ്ധനാരാണ്? ഒരു മനുഷ്യനെ കണ്ടിട്ട് സലാം പറയാൻ മടിക്കുന്നവൻ, അവനാലൊരു ലുബ്ധൻ. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എത്ര വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് സലാം പറഞ്ഞ് അവിടെ ഇരുന്നു. റസൂലിന്റെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. റസൂൽ പറഞ്ഞു അഷ്റന്ന്. കുറച്ച് കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഇശ്റൂൻ 20 എന്ന് പറഞ്ഞു. അടുത്തൊരാൾ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു സലാസൂൻ 30 എന്ന് പറഞ്ഞു. എന്താ റസൂലേ 10, 20, 30 എന്ന ഈ കണക്കിന്റെ അർത്ഥമെന്ന്? ആദ്യം വന്നവന് 10 നന്മയുടെ കൂലിയുണ്ട് എന്ന്, രണ്ടാമത് വന്നവന് 20 നന്മയുടെ കൂലിയുണ്ട് എന്ന്, മൂന്നാമത് വന്നവന് 30 നന്മയുടെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെലവ്? കാക്കാശിന്റെ പൈസ ചിലവായിട്ടുണ്ടോ? എന്തെങ്കിലും കായികമായി അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ചിങ്കുത്തായ മലയിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു സാഹസവും കാണിക്കാതെ, ഒരു കാക്കാശിന് ചെലവില്ലാതെ ഒരു മനുഷ്യൻ 30 പുണ്യങ്ങൾ ചെയ്ത കൂലി പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരേ ഒരു സലാമിലൂടെയെങ്കിൽ. ആ സലാം പറയാൻ വിശ്വാസിക്ക് എന്താ മടി? ആ സലാം പറയാൻ നമുക്ക് എന്താ മടി എന്നുള്ളതാണ്. അത് നമുക്കിടയിലെ ബന്ധങ്ങൾ കൂടി രൂഢമൂലമാക്കില്ലേ? നമുക്കിടയിലെ ബന്ധങ്ങൾ അടുപ്പിക്കില്ലേ? നമുക്കിടയിൽ ഹൃദയബന്ധങ്ങൾ സ്ഥാപിക്കാൻ സലാം വലിയ പ്രധാനപ്പെട്ട ഘടകം. അതാ റസൂൽ പറഞ്ഞു, നിങ്ങൾ പറയ്, സലാം പറഞ്ഞുകൊണ്ടേയിരിക്ക്. അന്യോന്യം കാണുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടേയിരിക്ക്. മനുഷ്യ മനസ്സുകളെ ലയിപ്പിക്കുന്ന, തണുപ്പിക്കുന്ന മനോഹരമായൊരു മന്ത്രം കൂടിയാണ് സലാം എന്നുള്ളത്. എത്ര വലിയ വിരോധമുള്ളവനും സലാം നിരന്തരമായി പറഞ്ഞു നോക്കൂ, ആ വിരോധം മാറും. അൽബാദിഉ ബിസ്സലാമി ബരിഉം മിനൽ കിബ്ർ. സലാം അങ്ങോട്ട്, ഈ ആൾക്കാരുണ്ട് ചിലർ ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന്. വേണമെങ്കിൽ ഇങ്ങോട്ട് പറയട്ടെ, സലാം പറഞ്ഞിട്ട് മടക്കാന്ന്. സലാം പറഞ്ഞിട്ട് മടക്കാന്ന്, ഇങ്ങോട്ട് സലാം പറയണം എന്ന രീതിയിൽ നമ്മൾ വലിയ പുള്ളിയാണെന്നാണ് കണക്കാക്കുക. വലിയ പുള്ളി എന്ന് ആര് കണക്കാക്കുന്നു അവനാണ് സലാം പറയേണ്ടതെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. ആരെ കൈയാണോ മേലെ ഇരിക്കുന്നത് അവനാണ് ആദ്യം സലാം പറയാൻ കടമപ്പെട്ടവൻ. ആർക്കും പറയാം, പക്ഷെ എന്നാലും കടമപ്പെട്ടവൻ മേൽക്കൈയുള്ളവനാണ് എന്ന്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ നടന്നു പോകുന്നവനോട് സലാം പറയണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. നമ്മൾ സമൂഹത്തിൽ നമുക്ക് അല്പം കൂടി നമ്മളെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ പെരുമയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സലാം തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. അവന് വിഷമമാണ്. നമ്മൾ പാവപ്പെട്ട ഒരു സാധു, ഇനി അങ്ങോട്ട് സലാം പറഞ്ഞിട്ട് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ മൂപ്പർക്ക് താല്പര്യം ഇല്ലെങ്കിലോ എന്ന നിലയിൽ സാധുക്കളായ ആൾക്കാർ, അവനൊക്കെ വലിയ ദർജയിലുള്ള ആൾക്കാരല്ലേ, സമൂഹത്തിൽ വലിയുള്ള ആൾക്കാരല്ലേ എന്ന് കണക്കാക്കി ഇവർ മാറി നടക്കാൻ സമ്മതിക്കാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞിട്ട് ഈ കൈ അങ്ങോട്ട് കൊടുക്കണം. കൈ എടുത്തോളാൻ ഹസ്തദാനം എന്ന പ്രയോഗം, ഈ കൈ അങ്ങ് ദാനം ചെയ്യുകയെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് ആര് വന്നാലും സലാം പറഞ്ഞ് റസൂൽ ഈ കൈ അങ്ങ് കൊടുക്കും. ഈ കൈ അവർ വിടുവോളം ആ കൈ അവർക്ക് നൽകിയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം കൈ കൊടുക്കുകയും അവസാനം കൈവലിക്കുകയും ചെയ്യുന്നവനായിരുന്നു നമ്മുടെ നേതാവ് എന്നുള്ളത്. നമ്മുടെ നേതാവ് അങ്ങനെയായിരുന്നു. ആദ്യം അങ്ങോട്ട് കൈ കൊടുക്കുകയും അയാൾ കൈ എടുക്കുമ്പോൾ മാത്രം കൈ പുറകെ തിരിച്ചു വലിക്കുന്നവനാണ്. വരുന്ന ആൾ കൈ തരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഗമയുടെ ആളല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരുന്ന ആൾ ഇങ്ങോട്ട് കൈ നീട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കൈ കൊടുത്ത് കുലുക്കിട്ടാൻ കളയുന്ന പരിപാടിയില്ല. റസൂലിന്റെ രീതി അങ്ങനെയാണ്. അത് വലിപ്പം കൂടുന്നതോറും നമ്മുടെ മേൽക്കൈ നമുക്കാണ് എങ്കിൽ നമ്മൾ അങ്ങോട്ട് സലാം പറയുക. പ്രായം കൊണ്ടോ പദവി കൊണ്ടോ അധികാരം കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ നമ്മൾ മറ്റേയാളേക്കാൾ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സലാം അങ്ങോട്ട് തുടങ്ങേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതാ കടമ എന്നുള്ളത്. അതാ റസൂൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട് പറഞ്ഞതിന്റെ ഉദ്ദേശവും. അങ്ങനെ പറയുമ്പോൾ അൽബാദിഉ ബിസ്സലാമി ബരിഉം മിനൽ കിബ്ർ, നമ്മുടെ അഹന്ത കൂടിയാണ് അവിടെ അവസാനിക്കുക. നമ്മൾ എന്തൊക്കെയോ ആയി എന്ന് തോന്നുന്നിടത്ത് നമ്മൾ അങ്ങോട്ട് സലാം പറയുന്നത്, ആ സലാം നമുക്കുണ്ടാക്കുന്നൊരു വിനയമുണ്ട്. ആ സലാം അങ്ങോട്ട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിനയമുണ്ട്. അത് അഹങ്കാരത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, ഇന്ന ഔലൻ നാസി മൻ ബദഅഹും ബിസ്സലാം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ആദ്യം സലാം പറയുന്നവനാണ് എന്ന്. പ്രത്യേകിച്ച് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിൽ ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകും. പിണക്കങ്ങൾ സ്വാഭാവികമാണല്ലോ, മനുഷ്യനായതുകൊണ്ട് നമുക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാകും. ആ പിണക്കങ്ങളൊക്കെ മാറി, വെറുപ്പും വിദ്വേഷങ്ങളൊക്കെ മാറിയിട്ട് ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുക്കണ്ടേ? അതിലാരാ മുൻകൈ എടുക്കുന്നതെന്ന് നോക്കുന്നത്. ആദ്യം സലാം പറഞ്ഞുകൊണ്ട് അറ്റുപോയ ബന്ധത്തെ ചേർക്കുന്നവൻ ആരാണോ അവനെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഔലൻ നാസി മൻ ബദഅഹും ബിസ്സലാം.
ആദ്യം സലാം പറഞ്ഞവനെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന്. അപ്പൊ നമുക്ക് എത്രയോ ബന്ധങ്ങൾ നമ്മൾ മുറിഞ്ഞു കിടപ്പുണ്ട് പലതരത്തിൽ പല കാരണങ്ങളാൽ. 10, 20, 30 വർഷം വലിയ സ്നേഹിതന്മാരായിട്ട് കൂടപ്പിറപ്പുകളായിട്ട് സ്നേഹത്തോടെ ജീവിച്ച് നമുക്കിടയിൽ വന്നുപോയ 1-2 വാക്കുകൾ, പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ബന്ധം മുറിഞ്ഞു പോകുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളായിരിക്കും. നല്ല സ്നേഹം ഇതിനിടയിൽ കൊടുത്തതും വാങ്ങിച്ചതുമായ എത്ര നല്ല ഉപകാരങ്ങൾ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ, സാന്ത്വനപ്പെടുത്തിയ സന്ദർഭങ്ങൾ, സങ്കടങ്ങൾ തോളുന്നത്, പ്രയാസങ്ങളിൽ എടുത്തു വരുത്തിയത്, അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. അവസാനം മക്കൾ സ്കൂളിൽ പോയപ്പോൾ തമ്മിൽ വഴക്കായി, ആ വഴക്കിന്റെ പേരിൽ അവർ അടികൂടിയതിന്റെ പേരിൽ മാതാപിതാക്കൾക്കിടയിൽ തർക്കമുണ്ടായിട്ട് ആ തർക്കത്തിന്റെ പേരിൽ ഇവരങ്ങ് ഇക്കാലത്തേക്കും പിണങ്ങിക്കാണ്. ഈ കുട്ടികൾ അവിടെ എന്ത് ചെയ്യും? സ്കൂളിൽ കളിക്കുന്നതിനുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിലായിരിക്കാം ഈ പ്രശ്നം ഉണ്ടാവുക. അത് ഏറ്റെടുത്തിട്ട് 20-30 വർഷം സുഹൃത്തുക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യരെല്ലാം മറന്നുപോയി. എല്ലാം മറന്നിട്ട് കുട്ടികളുടെ തർക്കം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു പോയൊരു വാക്കിന്റെ പേരിൽ പിണക്കം. എന്നെ ജനാസ പോലും കാണാൻ വരണ്ടെന്നൊക്കെ അടിച്ച് പറയുന്ന നമ്മൾ എന്ത് ചെയ്യുക, തീർത്തു പറയുന്ന വാക്കുകളാണ്. ഇനിയൊരു ബന്ധമില്ലാന്ന്. അങ്ങനെ മുറിച്ചെറിയാൻ പറ്റുന്നതല്ല മനുഷ്യരെ നമ്മുടെ ബന്ധങ്ങൾ. അങ്ങനെ മുറിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന ആകാശത്തിനപ്പുറത്ത് വരില്ല. മനുഷ്യനല്ലേ വിട്ടുവീഴ്ച എന്നുള്ളത് നമ്മൾ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കേണ്ട ഒരു സ്വഭാവമല്ലേ? വീഴ്ചകൾ മനുഷ്യ സഹജമാകുമ്പോൾ വിട്ടുവീഴ്ച വിശ്വാസിയുടെ ഗുണമാണ്, റബ്ബിന്റെ സ്വഭാവം കൂടിയല്ലേ? റബ്ബിന്റെ ഏറ്റവും പ്രശിഷ്ടമായ അള്ളാഹുവിന്റെ സവിശേഷതയല്ലേ അഫു എന്നുള്ളത്? നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നതല്ലേ, അള്ളാഹുവേ നീ മാപ്പ് നൽകണേ, നീ മാപ്പാണ്, നിനക്ക് മാപ്പിനെ ഇഷ്ടവുമാണ് എന്ന്. പക്ഷെ നമ്മൾ മാപ്പ് ചെയ്യില്ല ആർക്കും. എന്നോട് പറഞ്ഞ മോശമായൊരു വാക്ക് അതിന് പക തന്നെയാണെന്ന നമ്മൾ കൊണ്ടു കിടക്കാണ്. നെഞ്ചിനകത്ത് പകയും വിരോധവും കൊണ്ട് നടക്കുന്നവന്റെ ആ പകയും വിരോധവും അവസാനിപ്പിക്കാൻ തുടങ്ങേണ്ട വാക്ക് അസ്സലാമു അലൈക്കും എന്ന വാക്ക്. സലാം പറഞ്ഞുകൊണ്ട് ഏത് പിണക്കവും അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നവനെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സലാം പറഞ്ഞു തുടങ്ങാൻ ആരാ മുമ്പിലോട്ട് വരുന്നതെന്ന്. സലാം പറയുന്നവനാണ് കൂലി കൂടുതൽ. സലാം പറയുന്നവനാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവൻ. പടച്ചവന് ഇഷ്ടമാണെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നമുക്കെന്താ മടി? പടച്ചവൻ ഇഷ്ടപ്പെടുന്നത് സലാം ആദ്യം പറയുന്നവരെയാണ് എങ്കിൽ ആ സലാം പറയാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതല്ലേ നമ്മൾ മത്സരിക്കേണ്ടത്. അങ്ങനെ മത്സരിക്കേണ്ട സ്വഭാവമല്ലേ നമുക്ക് ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ സലാമിനെ അവഗണിക്കുന്നു? വിശ്വാസികളുടെ കടമയാണ് ഈ സലാം. മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പോകുന്ന മന്ത്രമാണ് സലാം. മനുഷ്യർക്കിടയിൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ ആശംസയാണ്, പ്രാർത്ഥനയാണ് സലാം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ വേണ്ടി വന്ന മലക്കുകൾ എന്ന് പറഞ്ഞത് സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സലാമുൻ അലൈക്കെന്ന്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണാമെന്ന മലക്കുകൾ പോലും പറഞ്ഞത്. ആ മലക്കുകൾക്ക് മറുപടി പറഞ്ഞത് സലാമുൻ അലൈക്കും എന്ന് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നിങ്ങൾക്കും അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. മലക്കുകൾ പോലും മനുഷ്യനോട് സലാം പറഞ്ഞു തുടങ്ങിയ ലോകത്തിന്റെ കണക്ക് ആയിഷ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. ആയിഷ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആയിഷ നിനക്ക് സലാം പറഞ്ഞു കേട്ടോ എന്ന്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന്. അസ്സലാമു അലൈക, നിനക്ക് ജിബ്രീലിന്റെ സലാം ഉണ്ടെന്ന്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് സലാം മടക്കിയിട്ടുണ്ട് ആയിഷ ബീബി. അതാ നമ്മുടെ ഉമ്മ, അതാ നമ്മളെ പ്രിയപ്പെട്ടവൾ. അങ്ങനെ സലാം എന്നുള്ളത് മാറ്റി നിർത്താൻ കഴിയാതെ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കേണ്ട സ്വഭാവമാണ്. ഒരു മറയുടെ അപ്പുറവും ഇപ്പുറവും നമ്മൾ കണ്ടുമുട്ടി, പിന്നെയും നമുക്കിടയിൽ ഒരു മറയുണ്ടായി, പിന്നെയും നമ്മൾ കണ്ടുമുട്ടിയാൽ അവിടെയും സലാം പറയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സലാം പറഞ്ഞു, പിന്നെ ഒരു മറ കഴിഞ്ഞു, പിന്നെയും നമ്മൾ കണ്ടുമുട്ടിയാൽ പിന്നെയും സലാം പറയണമെന്ന് അതാ റസൂൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും. തിരക്കുകൾ കൂടുമ്പോൾ, കച്ചവടത്തിന് വേണ്ടി ആൾക്കാർ തഴിച്ചു കൂടുമ്പോൾ, തിരക്കുള്ള സമയം നോക്കി ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും. ഒന്നും വാങ്ങിക്കാനായിരിക്കില്ല. പലപ്പോഴും ഞാൻ സലാം പറയാൻ വേണ്ടി മാത്രമാണ് അങ്ങാടിയിൽ ഇറങ്ങി നിന്നിട്ടുള്ളത് എന്ന്. കാരണം ഒരുപാട് മനുഷ്യരെ കാണാൻ കഴിയുന്ന സ്ഥലമാണല്ലോ മാർക്കറ്റ്. അപ്പോൾ അങ്ങാടിയിൽ ജനങ്ങൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി വരികയാണ്. ഒരുപാട് ജനങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ കഴിയുന്ന സ്ഥലത്തെത്തും എത്തിയിട്ട് ഓരോരുത്തരോടും സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുമെന്ന്. അവരുടെ താല്പര്യം എന്താണ് ആ സലാമിൻ്റെ? കാരണം ഈ പറയുന്ന സലാമുകൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്കില്ലേ? ഖുർആൻ പറഞ്ഞത് സലാം പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സലാം മടക്കുക എന്നുള്ളത്. അപ്പോൾ ഇദാ ഹയ്യതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ വറുദ്ദൂഹാ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ എന്ന് ആ കണക്ക് അവസാനം പറയുന്നതാണ്. അള്ളാഹു എല്ലാത്തിനും കണക്ക് വെക്കുന്നുണ്ട് കേട്ടോ എന്ന്. നിങ്ങൾ സലാം പറയൂ, നിങ്ങൾ സലാം മടക്കൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാത്തിനും കണക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. പടച്ചവന്റെ അടുക്കൽ കണക്കുണ്ട്. ജീവിതത്തിൽ എത്ര പേരെ കണ്ടിട്ട് എത്ര സലാം പറഞ്ഞു എന്ന് പടച്ചവന്റെ മുമ്പിൽ കണക്കുണ്ട് എന്ന്. അപ്പൊ ഈ പറഞ്ഞു പോകുന്ന വാക്കുകളൊന്നും വെള്ളപ്പുറത്ത് എഴുതിയതുപോലെയല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ കിതാബും മുബീൻ, വ്യക്തമായ ഏടിൽ രേഖയാക്കപ്പെടുന്ന വാക്കുകളാ.
ഇതൊക്കെയാണ് നമ്മൾ ആകെയുള്ള ഒരു തുറുപ്പുചിട്ട് പരലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന. പലപ്പോഴും നമ്മൾ കൊട്ടിഘോഷിച്ച് ചെയ്തിട്ടുള്ള ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത പല നന്മകളും അവിടെ ഉണ്ടാവില്ല. റിയാഇന്റെ പേര് പറഞ്ഞ് പലതും തള്ളപ്പെടും. ഇതെങ്ങും പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള അമലല്ല എന്ന്, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് പല അമലുകളും തള്ളപ്പെടുമ്പോൾ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ ഇട്ടിട്ടുള്ള ചില 1 രൂപയും 2 രൂപയൊക്കെ നാണയങ്ങളുണ്ടല്ലോ, 10 രൂപയൊക്കെ നമ്മൾ ദാനം ചെയ്യും, കണക്ക് നോക്കാറില്ല. ആ ദാനങ്ങളെങ്ങും നമ്മൾ പരലോകത്ത് പ്രതീക്ഷ വെക്കാറുമില്ല. പക്ഷേ അതൊക്കെയാണ് ഉണ്ടാവുക. നിങ്ങൾ ഈ പറയുന്ന നല്ല വാക്കുകൾ, നിങ്ങൾ പറഞ്ഞ സലാമുകൾ, നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടാകും. ഇതൊക്കെ അവിടെ ഉണ്ടാകും. ഒരു നല്ല വാക്കെങ്കിലും മതി നിങ്ങൾക്ക് രക്ഷപ്പെടാനെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാൻ കഴിയുന്ന മഹത്തരമായ നല്ലൊരു വാക്ക് അത് അസ്സലാമാണ്. അസ്സലാമു അലൈക്കും എന്ന് അത് പറയാൻ നമ്മൾ മടിക്കാൻ പാടില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ പറയുന്ന വിഷയത്തിൽ നമുക്ക് അടുത്തവരും അടുക്കാത്തവരും, അതെ റസൂൽ പറഞ്ഞ പോലെ പരിചയമുള്ളവരാകട്ടെ അപരിചിതരാകട്ടെ എല്ലാവരോടും പറയുക. ഈ ഭൂമി നിറച്ച് സലാം ഇങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കണം. ജനങ്ങൾക്കിടയിൽ സജീവമായി സലാം എന്ന വാക്ക് നിൽക്കണം. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹ എന്ന് മലക്കുകൾ പറയുന്ന നാൾ വരെയും സലാം ലോകത്ത് നിൽക്കണ്ടേ? നമ്മളിങ്ങനെ പറഞ്ഞ് ജീവിച്ച അവസാനം നമ്മൾ പരലോകത്ത് മഹ്ശറിൽ ചെല്ലുമ്പോൾ മലക്കുകൾ നമുക്ക് മംഗളം പറയും. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ, ഇതാ സ്വർഗം കയറിക്കോളൂ എന്ന് മലക്കുകൾ നമുക്ക് ആശംസ പറഞ്ഞ് സ്വർഗത്തിലേക്ക് സലാം പറഞ്ഞ് ക്ഷണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ നാൾ വരെയും സലാം നമ്മൾ പറയണ്ടേ? അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പറയാത്തത് നമ്മുടെ ഇന്നത്തെ പ്രശ്നം. ഇത് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ആരോട് എപ്പോൾ ഇങ്ങനെയൊക്കെ പറയണം, ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ പറയാത്ത ചില സ്ഥലങ്ങളെക്കുറിച്ച് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് ചേരുമ്പോൾ, നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറണമെന്ന് വിശുദ്ധ ഖുർആൻ. വീട്ടിലേക്ക് കയറുമ്പോൾ, നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുമാണ് നമ്മൾ സലാം പറയാത്തത്. നമ്മൾ സലാം പറയാത്തത് എപ്പോഴാണ്? ആ ഭാര്യയോടൊക്കെ സലാം പറയുക എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒന്ന് കുറഞ്ഞു പോകുന്നതാണ്, എന്തോ ഒന്ന് കുറഞ്ഞു പോകും നമുക്ക്. ഇനി അവളോടൊക്കെ സലാം പറഞ്ഞിട്ട് ഇറങ്ങാന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. റസൂലുള്ളാഹി പറയുന്ന അനസ് ബിൻ മാലിക്കിനോട് പറയണം, നീ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞ് കയറണേ, അതിൽ ബറക്കത്തുണ്ട് എന്ന്, അതിൽ ജീവിതത്തിൽ ബറക്കത്തുണ്ട് എന്ന്. ആ ബറക്കത്ത് വേണമെങ്കിൽ, അള്ളാഹു നിഅമത്ത് നൽകും, ആ നിഅമത്തിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഇത്തരം ചില നടപടികളുണ്ട്, ചില കാര്യങ്ങൾ കൂടി കൃത്യമായി ജീവിതത്തിൽ പാലിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സലാം പറഞ്ഞ് കയറണമെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് റസൂലും പഠിപ്പിക്കുന്നത്. വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട്, ഭാര്യയോട് സലാം പറഞ്ഞ് വീട്ടിൽ കയറി ആ ഭാര്യയോടും മക്കളോടും സലാം പറഞ്ഞ് പുറത്തിറങ്ങുക. മക്കളെ എവിടെ വെച്ചുകൊണ്ടാണ് സലാം പറയുക? ഭാര്യയെ കണ്ട സലാം പറയുക. ഇവിടെ മക്കളോട് സലാം പറയൂ, മക്കൾ വാപ്പോട് സലാം പറയൂ. അതൊക്കെ പുറത്തുള്ള കൾച്ചർ. നമ്മൾക്കിടയിൽ എന്തെങ്കിലും ഉപചാരത്തിന്റെ ആവശ്യമില്ലല്ലോ, നമുക്കിടയിൽ എന്തെങ്കിലും കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കുറഞ്ഞു പോകുമല്ലേ? ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞത് ബരീഉം മിനൽ കിബ്ർ എന്ന് പറഞ്ഞ വാക്കിന് വലിയ അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മുടെ ഈഗോയാണ് നമ്മുടെ ഈ സലാം പറയാൻ നമ്മുടെ മനസ്സ് അനുവദിപ്പിക്കാത്തത് പ്രധാനപ്പെട്ട കാരണം. നമുക്കതങ്ങ് പറയാൻ താല്പര്യമില്ല, അത് പാടില്ല. സലാം പറയുക, ഭാര്യയോട് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, സലാം പറഞ്ഞ് വീട്ടിനകത്ത് കയറുക. ആ വീട്ടിൽ തന്നെ ഐശ്വര്യം ഉണ്ടാവും, അതിൽ ബറക്കത്തുണ്ട് എന്ന്, ആ ഉപജീവനത്തിലും ആ ബന്ധത്തിലും ബറക്കത്തുണ്ട് എന്ന്. അത് അവർ പ്രത്യേകിച്ച് സ്ത്രീകളോട് സലാം പറയുക, ഭാര്യയോട് ഭർത്താവ് സലാം പറയുക, അവരോട് സംസാരിക്കുക, അവരെ സലാം വിളക്കൽ കേൾക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ കാര്യമായി തോന്നിയില്ല എങ്കിലും ആ ഹൃദയങ്ങളിൽ അത് വലിയ കാര്യം തന്നെയാണ്. ആ ബന്ധങ്ങൾ അത്രയും ഊഷ്മളമാകും, അത്രയും ബലവത്തായി തീരും. ഭാര്യയോട് സലാം പറയുക, മക്കളോട് സലാം പറയുക, കൂട്ടുകാരോട് സലാം പറയുക, ആ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമായി. എന്നും സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. എന്നും എവിടെ വെച്ച് കണ്ടാലും ഞാൻ എൻ്റെ കൂട്ടുകാരന് സലാം കൃത്യമായി സലാം പറഞ്ഞു തുടങ്ങും. ഒന്നും പറയാനില്ലെങ്കിൽ സലാമെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരാൾ ഒരു ദിവസം കണ്ടില്ല, ഒരു ദിവസം കാണുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് സലാം പറഞ്ഞ അയാൾ കാണുന്നില്ല എന്ന്, അന്വേഷിക്കും മരണപ്പെട്ടു പോയി, അയാൾ മരിച്ചുപോയി എന്ന്. പക്ഷെ ഓർമ്മയിൽ ഉണ്ടാവില്ലേ? എല്ലാ കാലവും ഓർമ്മയിൽ ഉണ്ടാവില്ലേ? എന്നും എനിക്ക് സലാം പറഞ്ഞ ഒരാൾ എന്നില്ല എന്ന്. അള്ളാഹു സലാം ആ മനുഷ്യനുണ്ടാകട്ടെ എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയല്ലേ നമ്മളിവിടെ അവശേഷിപ്പിക്കുന്ന അടയാളം എന്നുള്ളത്, അതല്ലേ നമ്മുടെ കർമ്മം എന്നുള്ളത്. ഈ നന്മകളല്ലേ ജീവിതത്തിൽ നമുക്ക് അവശേഷിക്കുന്നത്. ഈ നന്മകൾ സമ്പാദിക്കാൻ നമ്മളിവിടെ വന്നത്. എന്താ മറന്നുപോയത് നമ്മൾ? അതിനവസരങ്ങൾ, അതിനെന്ന് മാത്രം അവസരങ്ങൾ. ഈ സലാം പറഞ്ഞുകൊണ്ട് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്താകട്ടെ, വീടുകളിലാകട്ടെ, റോഡിലാകട്ടെ, അങ്ങാടിയിലാകട്ടെ, കടയിലാകട്ടെ, എവിടെ പോയാലും സലാം പറയുന്നൊരു സാഹചര്യം ഉണ്ടാകണ്ടേ? അതുണ്ടായിക്കൊണ്ടേയിരിക്കണം, സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. സഹാബാക്കൾക്കിടയിൽ ഒരു പരാതി ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു പരാതി വന്നു. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പരാതിക്കാരൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ സലാം മടക്കിയില്ലാന്ന്. വലിയൊരു പരാതി വരെയാണ്. ഞാൻ സലാം പറഞ്ഞിട്ട് ഉസ്മാൻ സലാം മടക്കിയില്ല എന്നൊരു പരാതി വരെ വന്നിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞു, എന്നോട് ആരും സലാം പറഞ്ഞിട്ടുമില്ല, ഞാനത് കേട്ടിട്ടുമില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞത് വാസ്തവമാണ്, ആരും ഇവിടെ കള്ളം പറഞ്ഞിട്ടില്ല. ഉമർ പറഞ്ഞ സത്യമാണ്, അദ്ദേഹം സലാം പറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കാതുണ്ടായത് കൊണ്ട് എല്ലാവരും കേൾക്കണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് എല്ലാവരും കാണണമെന്നില്ല. മനസ്സുകൊണ്ടാണ്, മനുഷ്യൻ കൽബ് കൊണ്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുക. നോക്കാനേ പറ്റൂ. കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഹൃദയം ഉണ്ടാകണം. അപ്പോൾ മനസ്സിൽ മറ്റേതോ ചിന്തയായിരുന്നിട്ടുണ്ടാകണം. പ്രധാനമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും ഖബറുമായി ബന്ധപ്പെട്ട ചിന്തയിലാണ് കൂടുതൽ സമയം കഴിയുക. അദ്ദേഹം എപ്പോഴും ഖബറിന് ഭയന്നിരുന്നു, പരലോകത്തെ ഭയന്നിരുന്നു. ആ മനുഷ്യൻ ഒരുപക്ഷെ ഇത്തരം പാരത്രികമായ ചിന്തകളിലേക്ക് കാട് കയറിയപ്പോഴായിരിക്കാം ഉമർ കണ്ടുമുട്ടിയതും സലാം പറഞ്ഞതും. ഉമറിനെയും കണ്ടിട്ടില്ല, ആ ചിന്ത കാരണം ഉമർ പറഞ്ഞ സലാമും ഉസ്മാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കുറ്റപ്പെടുത്തൽ പ്രസക്തിയില്ല എന്ന് ആ പ്രശ്നത്തിന് പരിഹാരമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം മടക്കിയില്ല എന്ന് പറഞ്ഞ് ഒരു കോടതിയിൽ പരാതിയുമായി പോയിട്ടുള്ള വിശ്വാസികൾ കടന്നുപോയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. സലാം പറയുക എന്നുള്ളതും സലാം മടക്കുക എന്നുള്ളതും ഒരാൾ സലാം ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാൾ ബെറ്റർ ആയത് തിരിച്ചു കൊടുക്കണം. ഒരു ഉപകാരം ഒരാൾ ചെയ്താൽ അതിനേക്കാൾ മികച്ചത് തിരിച്ചു കൊടുക്കുക. അതൊരു മുസ്ലിങ്ങളെ പഠിപ്പിച്ച പൊതുമര്യാദയാണ്. ഒരാൾ ഒരു സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നുകൂടി ചേർത്ത് പറയുക. ഒരാൾ ഇങ്ങോട്ട് നൽകുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അത്രയെങ്കിലും മടക്കി കൊടുക്കണം എന്ന്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്നെങ്കിലും മറുപടി പറയണമെന്ന് അള്ളാഹുവിന്റെ ആജ്ഞ, പടച്ചവന്റെ കൽപ്പനയാണിത്. അപ്പൊ ഇവിടെ സലാം പറയാൻ സംഘടനകൾ തടസ്സമാകുന്ന ഒരു കാലഘട്ടം, സലാം മടക്കാൻ സംഘടനകൾ തടസ്സമാകുന്ന ഒരു കാലഘട്ടം. വിരോധം വ്യക്തികൾക്കിടയിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിരോധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് സലാം പറയാൻ പറഞ്ഞത്. അലമൻ അറഫ്ത വമല്ലം തഅരിഫ്, അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയുക. മുനാഫിക്കീങ്ങളോട് പോലും സലാം പറഞ്ഞു തുടങ്ങിയതാണ് ഇസ്ലാമിന്റെ കൾച്ചർ. അത് റസൂലിന്റെ കാലഘട്ടത്തിലുള്ളത്. മുശ്രിക്കീങ്ങൾ അടക്കമുള്ള ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ പോയപ്പോൾ റസൂൽ എല്ലാവർക്കും ചേർത്ത് സലാം പറഞ്ഞു. മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, എല്ലാവരും സമ്മിശ്രമായിരുന്ന വേദിയിൽ പോലും പൊതുവായി സലാം പറഞ്ഞു പോയി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ റസൂലിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ സലാം പറയുക എന്നുള്ളത് അവിടെ നമുക്ക് ആദർശ വിരോധങ്ങൾ, സംഘടനാ വിരോധങ്ങൾ, മറ്റ് പലതരത്തിലുള്ള ശത്രുതകൾ, ഇതിൻ്റെ പേരിലൊന്നും തന്നെ സലാം ഒരു തടസ്സമാകാൻ പാടില്ല. സലാം മടക്കാൻ തടസ്സമാകാൻ പാടില്ല. സലാം പറഞ്ഞുകൊണ്ടിരിക്കണം. വിശ്വാസികൾക്കിടയിൽ സലാം ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു പാലം കൂടിയാണ്. അത് ഹൃദയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അഫ്ശുസ്സലാമ ബൈനക്കും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കിടയിലെ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ സലാം വ്യാപിപ്പിക്കണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൃത്യമായി ജീവിതത്തിൽ സലാമിൻ്റെ ഒരു അവസരവും കളയാതെ സജീവമായി സലാം പറഞ്ഞുകൊണ്ട് ആ അഭിവാദ്യം പരസ്പരം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.